നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ശ്രീ കാർത്തികേയ ഭഗവാന്റെ ജനനം എങ്ങനെയായിരുന്നു? ഏറ്റവും അനിവാര്യമായ ഒരു ജനനമായിരുന്നു ശ്രീ കാർത്തികേയ ഭഗവാന്റേത്. ശിവഭഗവാനും പാർവതിയും ഗന്ധമാദന പർവ്വതത്തിൽ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു. പാർവതിയുമായി അടുപ്പമുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുമ്പോൾ ശിവഭഗവാന്റെ ഒരു ചെറിയ ബീജം നിലത്തു വീണു. തൽഫലമായി ഭീമാകാരമായ ചൂട് ഉണ്ടാവുകയും ലോകം മുഴുവൻ കത്തുകയും ചെയ്തു. ശിവന്റെ അമിതമായ ബീജങ്ങൾ മൂലമുണ്ടാകുന്ന നാശത്തിന് അറുതി വരുത്താൻ ചില മാർഗങ്ങൾ പ്രയോഗിക്കാൻ ബ്രഹ്മാവും വിഷ്ണുവും അഗ്നിയോട് നിർദ്ദേശിക്കുന്നു. അഗ്നിയാകട്ടെ ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി ഒരു സന്യാസിയുടെ വേഷം ധരിക്കുന്നു. പാർവതിയോട് പറയുന്നു, അമ്മേ, ഭിക്ഷയായി എന്തെങ്കിലും തരൂ. ഭിക്ഷാപാത്രം പോലെയുള്ള എൻ്റെ കൈകളല്ലാതെ മറ്റൊന്നും എനിക്കില്ല. പാർവതി ദേവിയുടെ കൈകളിലുണ്ടായിരുന്ന ശിവഭഗവാന്റെ ബീജം അഗ്നിദേവന് പാർവതി ദേവി ദാനമായി നൽകുന്നു. കിട്ടിയ അതേ നിമിഷം തന്നെ അഗ്നി അത് ഭക്ഷിക്കുന്നു. പാർവതി ദേവി ഇത് കണ്ട് കോപാകുലയായി. പാർവതി ദേവി അഗ്നിയെ ശപിക്കുന്നു. നീ എന്നോട് അനാദരവ് കാട്ടി. ഇന്നു മുതൽ നീ സർവഭോക്താവായി മാറും. നീ വിഴുങ്ങിയ ബീജങ്ങൾ നിന്റെ ശരീരത്തിൽ അസഹനീയമായ വീക്കമുണ്ടാക്കും. പാർവതിയുടെ ശാപഫലമായി അഗ്നിക്ക് ശരിക്കും ശരീരത്തിൽ അസഹനീയമായ വീക്കം അനുഭവപ്പെടാൻ തുടങ്ങി. തൻ്റെ വേദന അവസാനിക്കുന്നതിനുള്ള മാർഗം വെളിപ്പെടുത്താൻ അദ്ദേഹം ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചു. അസഹനീയമായ വീക്കത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് ഏതെങ്കിലും സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ആ ബീജങ്ങൾ ഘടിപ്പിക്കാൻ ശിവൻ അഗ്നിയോട് നിർദ്ദേശിച്ചു. അങ്ങനെ ശരീരത്തിൽ ഉദ്ഭവിച്ച അത്യുഷ്ണത്താൽ കഷ്ടപ്പെടുന്ന അഗ്നി ഒരു സ്ത്രീയുടെ വരവിനായി ആകാംക്ഷയോടെ ഒരു ഏകാന്ത സ്ഥലത്തിരുന്നു. തണുപ്പുകൊണ്ട് വിറയ്ക്കുന്ന 6 കൃതികകൾ സ്വയം ചൂടാകാൻ അവിടെ എത്തിയതിനാൽ അദ്ദേഹം അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. ശിവഭഗവാന്റെ ബീജങ്ങൾ സുഷിരങ്ങളിലൂടെ അവരുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചു. ഈ 6 കൃതികകളും ഗർഭിണികളായി. അവരുടെ ഗർഭധാരണത്തെക്കുറിച്ച് അവരുടെ പതികൾ അറിഞ്ഞപ്പോൾ അവർ അവരെ ശപിച്ചു. അതിൻ്റെ ഫലമായി അവർ നക്ഷത്രങ്ങളായി രൂപാന്തരപ്പെട്ടു ആകാശത്ത് നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ 6 നക്ഷത്ര രാശികളായി രൂപാന്തരപ്പെടുന്നതിനു മുമ്പ് അവർ ഹിമാലയ പർവ്വതത്തിൽ അവരുടെ ഗർഭം അലസിപ്പിക്കുവാൻ പുണ്യഗംഗയിലേക്ക് ആ ഗർഭപിണ്ഡത്തെ ഉപേക്ഷിക്കുന്നു. പുണ്യഗംഗയാകട്ടെ ആ ഗർഭപിണ്ഡത്തെ ഈറ്റകളുടെ ഇടതൂർന്ന കുറ്റിക്കാടുകളാൽ മൂടപ്പെട്ട ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ പാർവതി ദേവി ശിവന്റെയും ശക്തിയുടെയും ഊർജം താങ്ങാനാകുന്നതിനാൽ ഒരു ജലാശയത്തിൻ്റെ രൂപം സ്വീകരിക്കുന്നു. ഒടുവിൽ ആ ബീജം 6 മുഖങ്ങളുള്ള ഒരു കുഞ്ഞിൻ്റെ രൂപമെടുത്തു ജനനമെടുക്കുന്നു. പിന്നീട് ശ്രീമുരുകൻ കൃതികകളാൽ സംരക്ഷിക്കപ്പെടുകയും അങ്ങനെ കൃതികകളുടെ പുത്രൻ, അതായത് കാർത്തികേയൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ആറുമുഖൻ എന്ന പേരും കാർത്തികേയൻ സ്വീകരിക്കുന്നു. കാർത്തികേയൻ അവതരിച്ച അതേ സ്ഥലത്തേക്ക് പരമശിവനും പാർവതിയും എത്തുകയും യുവ കാർത്തികേയനെ പാർവതി ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് കാർത്തികേയൻ താരകാസുരനെ വധിക്കുകയും ദേവന്മാരുടെ സൈനാധിപനാകുകയും ചെയ്യുന്നു. കാർത്തികേയ ഭഗവാൻ ഒരു യുവാവായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കയ്യിൽ കുന്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു മയിലാണ്. അദ്ദേഹം ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നു. കാർത്തികേയ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരാൾക്ക് വലിയ ശക്തി നേടാനും അവൻ്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാനും സാധിക്കും. അദ്ദേഹത്തിൻ്റെ മയിൽ എല്ലാ മോശശീലങ്ങളെയും ഇന്ദ്രിയ മോഹങ്ങളെയും ജയിക്കുന്നവനായിട്ട് പ്രതിനിധീകരിക്കുന്നു. കാർത്തികേയൻ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്നു. ഓരോ മനുഷ്യനും പൂർണ്ണതയിലേക്ക് നീങ്ങേണ്ടതിൻ്റെ ആവശ്യകത കാർത്തികേയൻ മനസ്സിലാക്കിത്തരുന്നു.